വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന പുതുവർഷ സമ്മാനമാണ് LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ. 30/12/2025 ഗസറ്റില് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 4/2/2026 വരെയാണ്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും കൺഫ്യൂഷനാണ്, ഏത് ജില്ലയിൽ അപേക്ഷിക്കും, ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലാണ് ജോലി കിട്ടാൻ എളുപ്പം, അതുപോലെ തന്നെ ഓരോ ജില്ലയിലും വേക്കൻസികൾ എത്രയുണ്ട്, അതുപോലെ തന്നെ ശമ്പള സ്കെയില്, നിയമനങ്ങളെ കുറിച്ച്, ഇതുവരെയുള്ള നിയമനങ്ങളെ കുറിച്ച്, അതുപോലെ അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ച്, കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് എടുത്തു എങ്കിൽ പോലും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഒരിക്കൽ കൂടി ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഒരു ക്ലാസ് എടുക്കാം. അപ്പോൾ LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ എല്ലാ ജില്ലകളിലും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന രീതിയിൽ ഓരോരുത്തർക്കും അവരുടെ ജില്ലയിൽ ജോലി സെലക്ട് ചെയ്യാവുന്ന രീതിയിൽ ജില്ലാ ബേസിലുള്ള, ഡിസ്ട്രിക്ട് ബേസുള്ള LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് LD ടൈപ്പിസ്റ്റ് വേക്കൻസിന്റെ ശമ്പള സ്കെയിൽ എത്രയാണ്? 26,500, 60, 700 ആണ് ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. എല്ലാ ജില്ലകളിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, അതായത് വേക്കൻസികൾ കൃത്യമായിട്ട് നിർണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും എന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. 18 to 36 ആണ് ഏജ് ലിമിറ്റ്, അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടാതെ OBC-കാർക്ക് 39 വയസ്സ് വരെയും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ KGT മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്, കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. DCAയുടെ യോഗ്യതയൊന്നും ഇപ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അഡീഷണൽ യോഗ്യതകളൊന്നും തന്നെ PSC ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ ജില്ലയിലുമുള്ള അഡ്വൈസ് ഡീറ്റെയിൽസും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഏത് ജില്ലയിൽ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കട്ട് ഓഫ് മാർക്ക്, ഡിസ്ട്രിക്ട് വൈസ് ഉള്ള കട്ട് ഓഫ് മാർക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം ജില്ല 63.33 ആണ് കഴിഞ്ഞ തവണ വേരിയസിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 55.33 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിൽ 56.67 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ 53 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ 56 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ 60 മാർക്കാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുത്താലോ ഇടുക്കി ജില്ലയിൽ 57.33 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല പരിശോധിച്ചാൽ 56.67 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താലോ പാലക്കാട് ജില്ലയിൽ 54.33 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 56.33 ആണ് കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ എത്രയാണ്? 58.33 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 55.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താലോ കാസർഗോഡ് ജില്ലയിൽ 55.33 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താൽ വയനാട് ജില്ലയിൽ 53.67 ആണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ ഓരോ ജില്ലയിലും കൃത്യമായിട്ട് അറിഞ്ഞു. ഇനി നമുക്കിത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, എന്താണ്? അഡ്വൈസ് ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലും എത്ര നിയമനങ്ങൾ നടന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് അഡ്വൈസ് ഡീറ്റെയിൽസ് പ്രകാരം
ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ 112 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 50 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ 45 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിൽ 42 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. കോട്ടയം ജില്ല എടുത്താലോ കോട്ടയം ജില്ലയിൽ 51 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ 90 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുത്താൽ ഇടുക്കി ജില്ലയിൽ 56 ആണ് അഡ്വൈസ് ഇപ്രാവശ്യം ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ 57 ആണ് അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താലോ പാലക്കാട് ജില്ലയിൽ 47 ആണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താലോ മലപ്പുറം ജില്ലയിൽ 49 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 58 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 52 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താൽ കാസർഗോഡ് ജില്ല 25 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താലോ വയനാട് ജില്ലയിൽ 26 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുമ്പോൾ ഓരോ ജില്ലയിലും ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അഡ്വൈസ് ഡീറ്റെയിൽസും കട്ട് ഓഫ് മാർക്കൊക്കെ വിശദമായിട്ട് പരിശോധിച്ചു. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ജില്ലകൾ തിരുവനന്തപുരം ജില്ലകളും കൊല്ലം ജില്ലകളൊക്കെ എടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലയാണ്. കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു എല്ലാ ജില്ലകളിലും ഏകദേശം ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ്. അതായത് 60 മാർക്കിന് മുകളിലൊക്കെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഇനി പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നല്ല രീതിയിൽ പഠിക്കാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പഠിച്ച് മാർക്ക് മേടിക്കാം എന്നുള്ള ഉറപ്പുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കൊല്ലം ജില്ലകളൊക്കെ തന്നെ കൂടുതൽ നിയമനം നടക്കുന്ന ജില്ലയാണ്. കൂടാതെ തൃശ്ശൂർ പാലക്കാട് ജില്ലകളൊക്കെ തന്നെ കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ എറണാകുളം ജില്ലയൊക്കെ കോട്ടയം ജില്ലയൊക്കെ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജില്ലകളൊക്കെ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കൂടാതെ കട്ട് ഓഫ് മാർക്ക് കുറയുന്നതാണ് നല്ലതെങ്കിൽ കുറച്ച് കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ഇടുക്കി ജില്ലയൊക്കെ വയനാട് ജില്ലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കൂടിയൊക്കെ നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ ലഭിക്കുകയും അതുപോലെ തന്നെ നല്ല പഠന നിലവാരമൊക്കെ അത്യാവശ്യം ഉയർന്ന സാഹചര്യത്തിൽ പൊതുവെ കട്ട് ഓഫ് മാർക്ക് ഒരു 60 മുകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജില്ല സെലക്ട് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളെ സെലക്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അങ്ങനെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ അഫോർഡബിൾ ആയിട്ട് തങ്ങൾക്ക് കൂടുതൽ എളുപ്പകരമായിട്ടുള്ള അവനവന്റെ ജില്ലയിൽ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ എന്താണേലും LD ടൈപ്പിസ്റ്റ് വേരിയസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് നല്ലൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മെയിൽ വഴി വാട്സപ്പ് വഴി അയച്ചു നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പിന്നെ ക്ലാസ്സുകളൊക്കെ തന്നെ ഉടൻ തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ഏറ്റവും എളുപ്പമുള്ള ജില്ലകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നോക്കുന്നതിനേക്കാളും നല്ലത് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ജില്ലകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ജില്ലകളൊക്കെ തന്നെ വളരെയധികം പ്രയോജനപ്രദമാണ്. കൂടാതെ ഇതിന്റെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ആദ്യത്തെ 100 റാങ്കിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പഠന രീതിയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള പഠനങ്ങളും നിങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.